തൃശൂർ ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനിറങ്ങി. മുതിരക്കണ്ണി മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. അതേസമയം കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരാതി അറിയിക്കാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യമാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ ഒരു മേഖലയിൽ അടിക്കടി കാട്ടാന ശല്യം ഉണ്ടായിട്ടും ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണോ? എന്ത് ഇടപെടലാണ് ഈ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഈ ചാലക്കുടി ആതിരപ്പള്ളി മേഖലയിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. രണ്ടാഴ്ചക്കിടെ പലതവണ ഇവിടെ കാട്ടാന വരികയും കൃഷിനാശമടക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ആതിരപ്പള്ളി മോതിരക്കണ്ണിയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ പ്രദേശത്തെ കൃഷിയടക്കമുള്ള കാര്യങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരാതി അറിയിക്കാനായിട്ട് നാട്ടുകാർ പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും പരാതി കൊടുക്കുമ്പോൾ ഈ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഫോൺ എടുത്ത് ഈ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ആക്ഷേപം കൂടി ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഈ ആന തകർക്കുന്ന ഫെൻസിങ്ങുകൾ അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലിപ്പോൾ ഈ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ RRP സംഘത്തെ രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്.